ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു പുതുമയുള്ള എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതുവരെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ പങ്ക്തിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പങ്ക്തിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം എന്നത് പറയുന്നത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും നല്ല രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് എല്ലാ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളുടെ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് കരുതി കേരളത്തിനകത്തും പുറത്തും അവരുടെ സ്വന്തം ജില്ല വിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്കോ ഒക്കെ തന്നെ കുട്ടികളെ വിടാറുണ്ട്. പ്രത്യേകിച്ചും +2 കഴിഞ്ഞ റിസൾട്ടൊക്കെ വന്ന് അടുത്ത ഓരോ കോഴ്സുകളിലേക്ക് പോകുന്ന ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ ചതിയിൽ ചെന്ന് വിടാറുമുണ്ട്. സോ നമുക്ക് നല്ല രീതിയിൽ ഒരു കരിയർ ഓപ്ഷൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ഇതിലേക്ക് ഈ ഒരു നല്ല ഒരു മഹത്തായ ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ഭാഗമാകാമെന്നും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറിയൊരു വരുമാനം എങ്ങനെ കരസ്ഥമാക്കാം എന്നതുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നാം കാണുവാൻ പോകുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ യഥാസമയം അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ വാട്സപ്പിൽ എൻ്റെ ലിങ്ക് ഒരു ഫ്രണ്ട് അയച്ചു തന്നിരുന്നു. ഞാനതിൽ റീഡ് മോർ എടുത്തിട്ട് ഞാൻ എൻ്റെ ആ താഴെ വന്ന ലിങ്ക് എടുത്തു. എൻ്റെ രജിസ്ട്രേഷൻ ഫോമാണ്. ഞാനവിടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുകയാണ്. ഫുൾ നെയിം അടിച്ചു, മൊബൈൽ നമ്പർ അടിച്ചു, അതിനുശേഷം ഞാൻ പിൻകോഡ് അടിച്ചു, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അഡ്രസ്സ്, അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി അടിക്കുന്നുണ്ട്. ഇതെല്ലാം അടിച്ചു കഴിയുമ്പം താഴെ സക്സസ് ആയി കഴിയുമ്പം ഒരു മെസ്സേജ് അവിടെ കാണിക്കുന്നുണ്ട്, ഗുഡ് ജോബ് എന്ന് പറയും. ഇവിടെ നിന്ന് എൻ്റെ ഫോൺ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ഞാൻ ഗെറ്റ് ഇറ്റ് ഓൺ ഗൂഗിൾ പ്ലേ എന്ന് കൊടുത്തു. ഇവിടെ ആപ്പിൻ്റെ ഇത് വന്നിട്ടുണ്ട്, ഇൻസ്റ്റാൾ അടിച്ചു. ഞാൻ ഇവിടുന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് വരുമ്പോഴുള്ള സ്ക്രീൻ ഇങ്ങനെയാണ്. അവിടെ നമ്മുടെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് എൻ്റെ പാസ്വേഡ് SMS ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത അതേ മൊബൈൽ നമ്പർ വെച്ച് വേണം ലോഗിൻ ചെയ്യാനായിട്ട്. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ OTP നമുക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ടാവും. സോ അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത സമയത്തുള്ള മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ OTP വെരിഫിക്കേഷൻ ഉണ്ട്. ആ OTP മെസ്സേജിൽ വന്ന ആ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക. കണ്ട SMS വന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക, ആ OTP ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ അടിച്ചു കൊടുത്ത് നമ്മൾ അകത്ത് കയറുകയാണ്. ഇനി ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നാം ചിന്തിക്കുന്ന ഒന്നാണ്, ഇങ്ങനെ ഈ ഒരു ചെറിയൊരു ഒരു ഏർണിംഗ് മെത്തേഡിലേക്ക് നമ്മൾ പോകുമ്പം എനിക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് വേണോ, അതിന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണോ, അല്ലെങ്കിൽ ആരെങ്കിലും പിടിക്കണോ, ഇങ്ങനെയുള്ള പല രീതിയിലുമുള്ള ചോദ്യങ്ങൾ വരാം. ബട്ട് അങ്ങനെയുള്ള ഒരു രീതിയിലുമുള്ള ഒരു സംശയം വേണ്ട. ഇത് ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം എന്തായാലും നമുക്കിതിന് യാതൊരു മുതൽ മുടക്കും ഇല്ല. ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ ലിങ്ക് റെഫർ ചെയ്യാം. ലിങ്ക് റെഫർ ചെയ്യുമ്പം അവർക്കും നമ്മുടെ കൂടെ തന്നെ അവർക്കും ഇതിൽ ഭാഗമാകാം. അതിലൂടെ അവർക്കും ഒരു എക്സ്ട്രാ ഇൻകം സാധ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിനി നോക്കാൻ പോണത് ഈ ആപ്പിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ്. നമ്മൾ ഇപ്പം നമ്മുടെ മൊബൈലിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ നമ്മുടെ ഫോണിൽ നമ്മൾ ആ ആപ്പ് ഓപ്പൺ ചെയ്യുക. ലൂഡി അഫിലിയേറ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ആപ്പിലേക്ക് പോവുകയാണ്. നമുക്ക് ആപ്പ് തുറന്ന് നോക്കാം. നമ്മൾ തുറന്ന് നോക്കുമ്പം ഏകദേശം ഇതുപോലെയൊക്കെയാണ് വരുന്നത്. പേര് കാണാം, നമ്മുടെ ഏത് കാറ്റഗറിയാണ്. ബൈ ഡിഫോൾട്ട് നമ്മൾ ബ്രോൺസ് കാറ്റഗറിയിലായിരിക്കും വരും. നമ്മുടെ ടീം സ്ട്രെങ്ത് കാണാം, നമ്മുടെ റെഫറൽ കോഡ് കാണാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ആരെയും ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ആക്റ്റീവ് ടീം സ്ട്രെങ്ത് 0 എന്ന് വന്നേക്കുന്നത്.
ഇനി ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എത്ര സ്റ്റുഡൻസ് അഡ്മിഷൻ എടുത്തു അതിൻ്റെ ഇതൊക്കെയാണ് കാണിക്കുക. കാരണം നമ്മൾ സ്റ്റുഡൻസിനുള്ള ആപ്പ് ലിങ്ക് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പം അത് വെച്ചിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര പേര് ജോയിൻ ചെയ്തു എന്നറിയുന്ന ആ ഒരു സെക്ഷനാണിത്. ടോട്ടൽ ഇൻകം, നമുക്ക് രണ്ട് രീതിയിലുള്ള ഇൻകമാണ് വരണത്. ഒന്ന് റെഫർ ചെയ്തിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഉണ്ട്, പിന്നെ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നത് വെച്ചിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ വിഡ്രോ കൊടുത്തു കഴിയുമ്പം അവർ ഇവിടെ കാണിക്കും. ഇപ്പം പേയ്മെൻറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നമ്മളിവിടെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യണം, പാൻ കാർഡ് അപ്ലോഡ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുമ്പോഴാണ് അത് വിഡ്രോവലിലേക്ക് പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് പറഞ്ഞത്, നമ്മൾ ടീം എന്ന് പറയുന്നൊരു കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ 3 വിഭാഗം കാണാം. അഫിലിയേറ്റ് പാർട്ട്നേഴ്സ്, ഡിജിറ്റൽ ഫ്രാഞ്ചൈസസ്, പ്രീമിയം ഡിജിറ്റൽ ഫ്രാഞ്ചൈസ്, ഇങ്ങനെ 3 എണ്ണം കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് മുകളിലൊരു ആഡ് മെമ്പർ ബട്ടൺ കാണാം, അത് കൊടുത്തിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ബട്ട് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അഫിലിയേറ്റ് ലിങ്ക് വഴിയാണ്. കാരണം അതുവഴി കൊടുത്തു കഴിയുമ്പം എനിക്ക് കുറച്ച് കൂടുതൽ വിവരങ്ങൾ എനിക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റും. സോ അത് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് അഫിലിയേറ്റ് ലിങ്ക് നമ്മൾ ടാപ്പ് ചെയ്യുക, അല്പസമയം വെയിറ്റ് ചെയ്യുക, കാണിക്കും ഇത് ആർക്കാണ് ഷെയർ ചെയ്യേണ്ടത്, ഏത് മീഡിയത്തിലൂടെ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വാട്സാപ്പാണ് എടുക്കുന്നത്. വാട്സാപ്പിൽ ഇതിൽ ടോണി എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ അയക്കുകയാണ്. അപ്പം ഏകദേശം ഇതേപോലെ വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് ആ ഡീറ്റെയിൽസ് ഫുൾ അയച്ചു. അപ്പോൾ ഇതിൽ തന്നെ അതെന്താണ് എൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റീഡ് മോർ ബട്ടൺ ഉണ്ട്, അതിലേക്ക് പോയി കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ താഴെയാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ട ലിങ്ക് വന്നേക്കുന്നത്. ഈ ലിങ്ക് വഴിയാണ് അവർ ജോയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ജോയിനിങ് പ്രോസസ്സാണ് നമ്മൾ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. അപ്പം അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മൾ തിരികെ നമ്മുടെ ആപ്പിലേക്ക് വരാം. ഇനി വരുന്നത് കോളേജസ് ആണ്. കോളേജസിൽ നമുക്ക് വരുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ടൈപ്പ് നമ്മുടെ കോഴ്സിൻ്റെ ടൈപ്പ് UG ആണോ, PG ആണോ, ഡിപ്ലോമയാണോ, ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ നമ്മൾ ചോദിക്കുന്നത്. പിന്നെ കോഴ്സുകൾ ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട് കേട്ടോ, നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഈവൻ MBBSും നഴ്സിംഗ് പോലുള്ള ഇതുവരെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ സ്റ്റേറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ നമുക്ക് കോളേജസിൻ്റെ ഡീറ്റെയിൽസ്, ജെനുവിനായിട്ടുള്ള കോളേജസിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ലൂഡി കോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ആഡ് ചെയ്യുമ്പം നമുക്ക് 100 കോയിൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഡിജിറ്റൽ ഫ്രാഞ്ചൈസ് ലെവലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5 പേരെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവരണം. സോ അപ്പം മാത്രം നമുക്ക് ഡിജിറ്റൽ ഫ്രാഞ്ചൈസായിട്ട് മാറുള്ളൂ. അപ്പം നമുക്ക് 500 പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. പിന്നെ ഓരോ പോയിൻറ്റ്സിനും നമുക്ക് വരുന്ന റിവാർഡ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ നമ്മൾ ആഡ് ചെയ്യുന്ന അവരോടും പറയുക 5 മെമ്പേഴ്സിനെ കൊണ്ടുവന്ന് അവർ ഒരു ഡിജിറ്റൽ ഫ്രാഞ്ചൈസ് ലെവലിലേക്ക് മാറാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ. അപ്പം അതിൽ ഓരോ ലെവൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ക്ലെയിം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ അപ്ഗ്രേഡഡ് ആകുന്നതാണ്. അതേപോലെ തന്നെ അത് ഞാൻ റെഡീം പോയിൻറ്റ്സിലാണ്. ജീനിയോളജി മീൻസ് നമ്മുടെ അണ്ടറിൽ ആരൊക്കെയുണ്ട്, അതിന് ആളുടെ അണ്ടറിൽ ആരൊക്കെയുണ്ട്, അങ്ങനെ കാണാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. പിന്നെ സ്റ്റുഡൻറ്റ് ആപ്പിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഡ്മിഷൻ പ്രോസസ്സിനുള്ള ആ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ടോണി എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ അയച്ചു കൊടുക്കുകയാണ്. ഇവിടെ കാണിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കാണുന്നുണ്ട് കേട്ടോ. ഏത് കോഴ്സ് ചേരണം, ആഗ്രഹിക്കുന്ന കോഴ്സുണ്ടോ, ഏത് കോളേജ് എടുക്കണം, അഡ്മിഷൻ എങ്ങനെ എടുക്കും, കോളേജ് അംഗീകാരം ഉള്ളതാണോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്കവിടെ കിട്ടും. സോ ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്റ്റ് ചെയ്ത് അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മൾ തൊട്ട് മുമ്പ് ഒരു റെഫറൽ ലിങ്ക്, അഫിലിയേറ്റ് ലിങ്ക് അയച്ചു കൊടുത്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് ഉണ്ടോ അവർക്ക് ഒരു റെമ്യൂണറേഷൻ കിട്ടുന്നു എന്നുള്ളത്. അതായത് അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളുടെ ലോൺ നടപടികൾ തുടങ്ങി എല്ലാവിധ കാര്യങ്ങളും ഉത്തരവാദിത്തോടെ ചെയ്തു നൽകി വിദ്യാർത്ഥിയുടെ പഠനത്തിന് പരിപൂർണ പിന്തുണ നൽകുന്നു. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട്,
മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് ഇടനിലക്കാരില്ലാതെ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്ന ഒന്ന്. അതായത് അവർക്ക് ഒരു കുട്ടിക്ക് എത്ര സ്ഥാപനത്തിലേക്ക് വേണമെങ്കിലും ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റും. അവർ ഫീസ് അടയ്ക്കുന്നതനുസരിച്ചിട്ടുള്ള എല്ലാം കിട്ടും. പിന്നെ അറിയാമല്ലോ, പ്രൊഫഷണൽ കോഴ്സുകളാണ്, തീർച്ചയായിട്ടും ലോണിൻ്റെ ആവശ്യകത വരും. സോ അതിനനുസരിച്ചുള്ള എല്ലാ സപ്പോർട്ടും ഈ ഒരു ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാം കണ്ടു. എന്ത് എളുപ്പമാണല്ലേ. നമ്മൾ എത്രയോ മണിക്കൂറുകൾ നമ്മുടെ ഫോണിൻ്റെ മുമ്പിലിരിക്കുന്നു, ഫേസ്ബുക്കിൻ്റെ മുമ്പിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയൊക്കെ മുമ്പിൽ ഇരിക്കുമ്പം നമ്മൾ ആ കളയുന്ന സമയത്തിൻ്റെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഇതിനു വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ ഒരു കുഞ്ഞു ഇൻകംസിൽ തുടങ്ങി നമുക്ക് മാന്യമായ രീതിയിൽ ഒരു ഇൻകംത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഞാൻ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയുകയാണ്, പെട്ടെന്നൊരു നല്ലൊരു ഏണിങ്സ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ദയവ് ചെയ്ത് ആരും ഇതിലേക്ക് വരരുത്. അതിൻ്റെതായിട്ടുള്ള ക്ഷമ കാണിക്കുക. നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നല്ലൊരു ഏണിങ്സ് കരസ്ഥമാക്കാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കാനും മറക്കരുത്. അതോടൊപ്പം ഈ ഒരു വീഡിയോയുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. കാരണം ഞങ്ങളുടെ ഓരോ വീഡിയോകളും മെച്ചപ്പെടുത്തുവാനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉപകരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള പങ്ക്തിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെബ് ഇൻ കൊച്ചി. Thank you.